ഹലോ, നമുക്കിന്നൊരു യാത്ര പോയാലോ ചെന്നൈ വരെ. അപ്പോൾ ഷൊർണൂർ വരെ വേറെ ട്രെയിനും മടന്ന് വേറെ ട്രെയിനാണ് പോകുന്നത്. അനിയത്തി ആട്ടോ കൊണ്ടുവിട്ടത് സ്റ്റേഷൻ വരെ 9:30 ആകുമ്പോഴാണ് നമുക്ക് ട്രെയിനുള്ളത്. അപ്പോൾ രാത്രിയൊക്കെ ആയതുകൊണ്ട് ഫുഡ് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീടിൻ്റെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് പഴമൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു, കുട എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മഴ തോരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ടിക്കറ്റ് എടുക്കാൻ പോയത്. അവിടെയാണെങ്കിലും ഭയങ്കര തിരക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും മഴ കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ കുറേ സമയം കാത്തിരുന്നതിന് ശേഷമാണ് ട്രെയിനൊന്ന് വന്നത്. ട്രെയിനിൽ കയറിയതും ആകെ മൊത്തം ബഹളം. ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. ആകെ 2 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് ഫുള്ളും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷൊർണൂർ വരെ നിന്നും പിന്നെ ഒരുമിച്ച് പഠിച്ചൊരു കുട്ടി ഉണ്ടായിരുന്നു ട്രെയിനിൽ. അവർ പഠിക്കുന്ന സ്ഥലത്തോട്ട് പോവുമായിരുന്നു. അപ്പോൾ അവളോടും സംസാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ ഷൊർണൂർ ഒരു 10:45 ആയപ്പോൾ എത്തി. പിന്നെ AC റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് പിന്നെ പിറ്റേ ദിവസം രാവിലെ 4 മണിക്കാണ് ചെന്നൈയിലോട്ട് ട്രെയിൻ ഉള്ളത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേഗം AC റൂം കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിട്ടിരുന്നു. കുറേ സമയം വെറുതെ ഇരുന്നു. കുറേ സമയം ഫോണിൽ നോക്കിയിട്ടിരുന്നു. ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ വർക്ക് ഫ്രം ഹോം എടുത്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചു ബുക്കിൽ. അത് കഴിഞ്ഞതിന് ശേഷം അതെല്ലാം എടുത്തു വെച്ചു. പിന്നെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കും. പിന്നെ ആരും ഉണ്ടായിരുന്നില്ല റൂമിലിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സോഫ പോലെയായിരുന്നു, ചെയർ ആയിരുന്നില്ല, സോഫയായിരുന്നു. അപ്പോൾ നമ്മളടുത്ത് ആരും ഇരിക്കാനൊന്നുമില്ല. അപ്പോൾ കുറേ സമയം അങ്ങോട്ട് കാല് വെച്ചിട്ടിരിക്കും, പിന്നെ ഇങ്ങോട്ട് കാല് വെച്ചിട്ടിരിക്കും. അവസാനം ഇരുന്ന് ഉറങ്ങി.